എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2025 ജൂൺ മാസത്തെ PSC ബുള്ളറ്റിനുള്ളിലെ കറണ്ട് അഫയേഴ്സ് ആണ്. സമയം കളയാതെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആർച്ച് റെയിൽ പാലമായ ജമ്മു കാശ്മീരിലെ ചെനാബ് പാലം ജൂൺ 6-ാം തീയതി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കരോൾ നവറോസ്കി പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. കരോൾ നവറോസ്കി പോളണ്ടിന്റെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലീ ജെ മ്യൂ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ലീ ജെ മ്യൂ ദക്ഷിണ കൊറിയയുടെ പുതിയ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാളം സർവകലാശാല വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. മലയാളം സർവകലാശാലയുടെ വൈസ് ചാൻസലറായി ഡോക്ടർ CR പ്രസാദിനെ ഗവർണർ നിയമിച്ചു. മഞ്ഞുമല വീണ് നാമാവശേഷമായ ബ്ലാറ്റൺ എന്ന സിസ് ഗ്രാമം. മഞ്ഞുമല വീണ് നാമാവശേഷമായി പോയ ഗ്രാമമാണ് ബ്ലാറ്റൺ എന്ന സിസ് ഗ്രാമം. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീക ബാർബോക്കിനെ തിരഞ്ഞെടുത്തു. ഐക്യരാഷ്ട്ര പൊതുസഭയുടെ അടുത്ത പ്രസിഡന്റായി ജർമ്മനിയുടെ അനലീന ബാർബോക്കിനെ തിരഞ്ഞെടുത്തു. കാശ്മീരിലെ സംഗർദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാശ്മീരിലെ സംഗർദാനിൽ നിന്ന് റിയാസി ജില്ലയിലെ കത്രയിലേക്കുള്ള ആദ്യ തീവണ്ടി യാത്ര പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമായ അഞ്ചികാത് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തെ ആദ്യത്തെ കേബിൾ സ്റ്റേ റെയിൽ പാലമായ അഞ്ചികാത് പാലം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. നവരത്ന കമ്പനികളിലൊന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. നവരത്ന കമ്പനികളിലൊന്നായി മാറാനൊരുങ്ങി കൊച്ചി കപ്പൽശാല. 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ദോർ നേടി ജാഫർ പനാഹി. ഇറാന്റെ ജാഫർ പനാഹിയാണ് 78ാമത് കാൻ ചലച്ചിത്രമേളയിൽ ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പാം ദോർ നേടിയത്. അടുത്തത് ലോകത്തെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC അറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ചരക്കു കപ്പലായ MSC അറീന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തി. തായ്ലാന്റിന്റെ ഒപ്പാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിൽ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദരംജയെ മറികടന്നാണ് ഒപ്പാൽ 72ാം ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പോൾ ആരാണ് ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്? തായ്ലാന്റിന്റെ ഒപ്പാൽ സുജാത ചോങ്സി. ഹൈദരാബാദിൽ നടന്ന മത്സരത്തിന്റെ ഫൈനലിൽ എത്യോപ്യയുടെ ഹാസെ ദൊറാജെയാണ് മറികടന്ന് ഒപ്പാൽ സുജാത ചോങ്സി ലോകസുന്ദരിയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഉള്ളൂർ S പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന്. ഉള്ളൂർ S പരമേശ്വരയ്യരുടെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരവും കവിയും ഗാനരചയിതാവുമായ മഞ്ജു വെള്ളായണിയുടെ ജലജമന്തികൾ എന്ന കവിതാ സമാഹാരത്തിന്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്. സുഗതകുമാരി ദേശീയ പരിസ്ഥിതി പുരസ്കാരം കുമ്മനം രാജശേഖരന്. അടുത്തത് ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഐക്യരാഷ്ട്രസഭയുടെ 3-ാം സമുദ്ര സമ്മേളനം ഫ്രാൻസിലെ നീസിൽ നടന്നു. ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. ഇരുട്ടിലും കാഴ്ച സാധ്യമാകുന്ന ഇൻഫ്രാറെഡ് കോണ്ടാക്ട് ലെൻസുകൾ വികസിപ്പിച്ച് ചൈന. അടുത്തത് 18ാം ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെ 6 റൺസിന് തോൽപ്പിച്ചാണ് റോയൽ ചലഞ്ചേഴ്സ് കിരീടം നേടിയത്. 18ാമത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് കിരീടം റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന്. ഫൈനലിൽ പഞ്ചാബ് കിങ്സിനെയാണ് 6 റൺസിന് തോൽപ്പിച്ചത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന്. ഫൈനലിൽ
ബൊലാറസിന്റെ ആര്യാന സബലെങ്കയാണ് കീഴടക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസ് കിരീടം അമേരിക്കയുടെ കോക്കോ ഗാഫിന്. ഫൈനലിൽ ബെലാറസിന്റെ ആര്യാന സബലെങ്കയാണ് കീഴടക്കിയത്. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കരാസിന്. ഫ്രഞ്ച് ഓപ്പൺ കിരീടം സ്പാനിഷ് താരമായ അൽക്കരാസിന്. ഫൈനലിൽ ഇറ്റലിയുടെ യാനിക് സ്കിന്നറെ പരാജയപ്പെടുത്തി. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം സ്പാനിഷ് താരമായ അൽക്കരാസിന്. പായ് വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യത്തെ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽസനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും INS തരുണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയ ആദ്യ ഇന്ത്യൻ വനിതകൾ എന്ന ബഹുമതി സ്വന്തമാക്കി കോഴിക്കോട് പറമ്പിൽക്കടവ് സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ കെ ദിൽനയും പുതുച്ചേരി സ്വദേശിനി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എയും INS തരുണി എന്ന പായ്വഞ്ചിയിലായിരുന്നു യാത്ര. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ് ചെൽസിക്ക്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ് റയൽ ബെറ്റിസിനെ 41 കീഴടക്കി. യുവേഫ കോൺഫറൻസ് ലീഗ് ഫുട്ബോൾ കിരീടം ഇംഗ്ലീഷ് ക്ലബ്ബ് ചെൽസിക്ക്. ഫൈനലിൽ സ്പാനിഷ് ക്ലബ്ബ് റയൽ ബെറ്റിസിനെ 41 കീഴടക്കി. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടർ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ഓസ്ട്രേലിയൻ ഓൾറൗണ്ടറായ ഗ്ലെൻ മാക്സ്വെൽ ഏകദിന ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു. ദക്ഷിണാഫ്രിക്കൻ വിക്കറ്റ് കീപ്പറായ ബാറ്റൻ ഹെൻറിച്ച് ക്ലാസൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നർ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. ഇന്ത്യൻ ലെഗ് സ്പിന്നറായ പീയൂഷ് ചൗള പ്രൊഫഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചു. അടുത്തത് ഇംഗ്ലണ്ടിന്റെ മുൻ ഫുട്ബോൾ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാമിന് നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിയാൽ പേരിന് മുന്നിൽ സർ പദവിക്ക് അർഹനാകും. ഇംഗ്ലണ്ടിന്റെ മുൻ ക്യാപ്റ്റൻ ഡേവിഡ് ബെക്കാം നൈറ്റ്ഹുഡ് പുരസ്കാരം നൽകാൻ തീരുമാനിച്ചു. ഈ നൈറ്റ്ഹുഡ് പുരസ്കാരം നേടിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരിന് മുന്നിൽ സർ എന്ന പദവിക്ക് അദ്ദേഹം അർഹനാകും. അടുത്തത് നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. നോർവേ ചെസ്സിൽ ആരെ കിരീടം നേടിയത്? അത് മാഗ്നസ് കാൾസൺ ആണ്. നോർവേ ചെസ്സിൽ ലോക 1-ാം നമ്പർ മാഗ്നസ് കാൾസന് കിരീടം. യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. യുവേഫ നേഷൻസ് ലീഗ് കപ്പ് പോർച്ചുഗലിന്. ഫൈനലിൽ സ്പെയിനിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 5-3 തോൽപ്പിച്ചാണ് പോർച്ചുഗൽ കിരീടം നേടിയത്. അടുത്തത് മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ അന്തരിച്ചു. മുൻ കേന്ദ്രമന്ത്രി സുഖ്ദേവ് സിംഗ് ദിൻസ അന്തരിച്ചു. അടുത്തത് പ്രമുഖ കെനിയൻ എഴുത്തുകാരൻ ഗൂഗിവ തിയോങ്കോ അന്തരിച്ചു. പ്രമുഖ കെനിയൻ എഴുത്തുകാരനായ ഗൂഗിവ തിയോങ്കോ അന്തരിച്ചു. അടുത്തത് ടൈഗർ മാൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകൻ വാൽമീക് താപ്പർ അന്തരിച്ചു. ടൈഗർ മാൻ എന്ന പേര് അറിയപ്പെട്ടിരുന്ന പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകനായ വാൽമീക് താപ്പർ അന്തരിച്ചു. അടുത്തത് ഗാന്ധി സിനിമയുടെ ഛായാഗ്രാഹകൻ ബില്ലി വില്യംസ് അന്തരിച്ചു. ഗാന്ധി എന്ന സിനിമയുടെ ഛായാഗ്രാഹകനായിരുന്ന ബില്ലി വില്യംസ് അന്തരിച്ചു. അടുത്തത് കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച എഞ്ചിനീയർ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. ആരാണ്? കമ്പ്യൂട്ടറുകളെ ജനങ്ങളോട് അടുപ്പിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച ഒരു എഞ്ചിനീയറായ ബിൽ അറ്റ്കിൻസൺ അന്തരിച്ചു. ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഫ്രെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. ബ്രിട്ടീഷ് സാഹിത്യകാരനായ ഫ്രെഡറിക് ഫോർസിത്ത് അന്തരിച്ചു. അപ്പോൾ 2025 ജൂൺ മാസത്തിലെ കറണ്ട് അഫെയറിൽ PSC ബുള്ളറ്റിനിൽ വന്ന കറണ്ട് അഫെയറിൽ ഇത്രയാണുള്ളത്.
നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈ കമൻറ്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു.